കേരളത്തിലാകെ 6 കോർപ്പറേഷനുകളാണുള്ളത്. എന്നാൽ കൊച്ചി, കോഴിക്കോട്, കൊല്ലം, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ കോർപ്പറേഷനോ ഒരു മേയറോ ഉണ്ടോ എന്ന് പോലും സംശയം തോന്നുന്ന വിധത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ വി വി രാജേഷിനും കിട്ടുന്ന വാർത്താ പ്രാധാന്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു വിസിബിലിറ്റി ഉണ്ടാക്കി അവർ അധികാരത്തിലെത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് സത്യം. പക്ഷേ അതിനൊപ്പം ഈ തലസ്ഥാന നഗരിയാണെന്നതും ഏറ്റവും പ്രധാനമായി ഒപ്പം മേയർ വി വി രാജേഷിന്റെ ഭരണ നൈപുണ്യവുമാണ് പ്രധാന ആകർഷണം എന്നതിൽ സംശയമില്ല. പതിറ്റാണ്ടുകൾ നീണ്ട LDF ഭരണത്തിന്റെ അഴിമതിയും ദുർഭരണവും അവസാനിപ്പിച്ച് BJP അധികാരത്തിലെത്തിയപ്പോൾ തലസ്ഥാനം കണ്ടത് സത്യത്തിൽ ഭരണപരമായ വലിയൊരു മേക്ക് ഓവറാണ്. ആര്യ രാജേന്ദ്രന്റെ അവസാനത്തെ ഭരണത്തോടുകൂടി ജനങ്ങൾക്ക് പൊറുതിമുട്ടിയാണ് CPM-നെ ഇടതുപക്ഷ പാർട്ടികളെയൊക്കെ മടുത്ത് അവർ BJP അധികാരത്തിലെത്തിക്കുന്നത്. സ്വാഭാവികമായും ഇടതുപക്ഷം അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ BJP അധികാരത്തിലെത്തുന്നതോടുകൂടി ഇവർക്ക് വലിയ ഭരണപരിചയമൊന്നുമില്ലല്ലോ, വർഗീയത പ്രസംഗിച്ച് ഇവർ നാട്ടുകാരെ മുഴുവനും വിഭിന്നമാക്കുമെന്നൊക്കെ പറഞ്ഞു നടന്നെങ്കിലും പക്ഷെ നമ്മൾ കണ്ടത് തലസ്ഥാന നഗരിയിലെ ഒരു വലിയ മേക്ക് ഓവറാണ്. വി വി രാജേഷിന്റെ കൃത്യമായ വിഷനും ഭരണപ്രാപ്തിയും തെളിയിക്കുന്ന ഏറ്റവും ഐക്കോണിക്കായ നിരവധി പരിപാടികളുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു നിർധനർക്ക് ആശ്വാസമേകുന്ന മേയർ കെയർ പദ്ധതി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് തടസ്സമില്ലാതെ അടിയന്തര സഹായങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഈ പദ്ധതി കോർപ്പറേഷന്റെ തനത് ഫണ്ടിൽ നിന്നും ഒരു പൈസ പോലും ചെലവാക്കാതെ നടപ്പിലാക്കുന്നത് ആണെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രമുഖ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടും സ്വകാര്യ വ്യക്തികളുടെ സ്പോൺസർഷിപ്പുകളും സുതാര്യമായി സമാഹരിച്ചാണ് ചികിത്സ, പാർപ്പിടം, പഠനം തുടങ്ങിയ മേഖലകളിൽ ഈ നിർധനർക്ക് സഹായം എത്തിക്കുന്നത്. ഒരു ബാഗ് പോലും മേടിക്കാനില്ലാത്ത, സ്കൂളിൽ പോകുമ്പോൾ ഒരു പുതിയ ഉടുപ്പിടാൻ പറ്റത്തില്ലാത്ത നിർധനരായ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ, കുഞ്ഞുങ്ങൾ ഈ നാട്ടിലുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് സ്കൂൾ തുറന്നപ്പോൾ മേയർ കെയർ പദ്ധതിയിലൂടെ 5000-ലധികം വരുന്ന കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തതോടുകൂടിയാണ് ഈ പരിപാടി അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി വലിയ ശ്രദ്ധേയമാകുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന 5050 സാമ്പത്തിക പിന്നാക്ക വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകളും പഠന കിറ്റുകളും കൃത്യമായി വിതരണം ചെയ്തു. ഇതിനു പുറമെ നഗരത്തിലെ നിർധന കുടുംബങ്ങളുടെ ചികിത്സാ ചെലവുകൾക്കും വീട് നിർമ്മാണത്തിനും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കും പദ്ധതി താങ്ങായി മാറുന്നതെന്ന് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ഓണക്കാലം എത്തിയിരിക്കുകയാണ്. നഗരസഭയിലെ അർഹരായ 4000-ലധികം, അത് എടുത്തു പറയേണ്ടത് ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നിർധനർക്ക് ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്താണ് മേയർ കെയർ പദ്ധതി നഗരവാസികളുടെ മനം കവർന്നത് എന്നുള്ളതാണ്. സാധാരണക്കാരായ ആളുകൾ, ശുചീകരണ തൊഴിലാളികൾ ഓണമാണ്, ഓണം ആഘോഷിക്കണം, എന്നാൽ വലിയ വിലക്കയറ്റമുള്ള ഒരു സാഹചര്യത്തിലൊക്കെ തന്നെയും ഒരു കിറ്റ് അരി കിട്ടിയാൽ തന്നെ വലിയ ഉപകാരമെന്ന് വിചാരിക്കുന്ന സാധാരണക്കാരായ ആളുകൾ മുതൽ മാധ്യമപ്രവർത്തകർക്കുമൊക്കെ പൂർണ്ണമായും അർത്ഥത്തിൽ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഓണക്കിറ്റും അതിനൊപ്പം ഓണക്കോടിയും വിതരണം ചെയ്യുന്നതും നമ്മൾ ഇങ്ങൾ കണ്ടു. എന്നാൽ നഗരസഭ തനത് ഫണ്ട് ചോർത്താതെ CSR ഫണ്ട് കൃത്യമായി ഉപയോഗിച്ച് നടത്തുന്ന ഈ ജനക്ഷേമ പ്രവർത്തനം കണ്ടതോടെ പ്രതിപക്ഷമായ LDF-ന് ചൊരുക്കു മാറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാജേഷ് ഇതേ ജനപ്രിയ ശൈലിയിൽ ഭരണം തുടർന്നാൽ ഇനി ഒരു കാലത്തും തങ്ങൾക്ക് തലസ്ഥാന നഗരിയിൽ തിരിച്ചെത്താൻ കഴിയില്ലെന്നൊരു തിരിച്ചറിവാണോ പ്രതിപക്ഷത്തിന്റെ ഉറക്കം കെടുത്തുന്നതെന്ന് നമുക്ക് സംശയം തോന്നും. ഇതിന്റെ ഭാഗമായാണ് LDF നേതാവായ SP ദീപക് ഉൾപ്പെടെയുള്ളവർ മേയർ കെയറിനെതിരെ വ്യാജ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത്. പദ്ധതിയുടെ മറവിൽ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും വൻകിട മാളുകളിൽ നിന്നും അനധികൃത പണപ്പിരിവും സാധനങ്ങളും സമാഹരിച്ചുവെന്നും PM കെയർ പോലെ ഇതും അഴിമതിയാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ആരോപണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവർ ഇതിനുമായി ബന്ധപ്പെട്ട ഒരു തെളിവുകളും ഇതുവരെയും നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ നഗരസഭയിലെ പാവപ്പെട്ട സാധാരണക്കാർക്ക് ആശ്വാസം എത്തിക്കുന്ന ഒരു സുതാര്യ പദ്ധതിയെ രാഷ്ട്രീയ തിരിമറിയിലൂടെ തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് പറയേണ്ടി വരും. മേയർ വി വി രാജേഷിന്റെ വികസന നയങ്ങൾക്കും ഭരണ മികവിനും പൊതുജനങ്ങൾക്കിടയിൽ ലഭിക്കുന്ന വലിയ സ്വീകാര്യതയെ രാഷ്ട്രീയ കുത്തിത്തിരിപ്പുകൾ കൊണ്ട് തടയാനാവില്ലെന്ന് എന്തായാലും തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഓരോ വിഷയങ്ങളിലും എടുത്തത്, അതിപ്പോ ഇവിടെ ആറ്റുകാൽ പൊങ്കാല നടത്തിയത് മുതൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ നാട്ടിലെ കോർപ്പറേഷന്റെ പരിധിയിലുണ്ടായിരുന്ന KSRTC ബസ്സുകളെ തിരിച്ചു വിളിച്ച് റൂട്ടിൽ ഓടിപ്പിച്ചത് മുതലുള്ള എല്ലാ കാര്യങ്ങളിലും എങ്ങനെയാണ് വി വി രാജേഷിന് ഇടപെടൽ എന്നത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നിർധനർക്ക് തടസ്സമില്ലാതെ ആശ്വാസം എത്തിക്കുന്ന മേയർ കെയർ പദ്ധതിയുമായി കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുമെന്നത് തന്നെയാണ് രാജേഷ് അദ്ദേഹത്തിന്റെ നിലപാടിൽ കൂടി വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് കൂടി ചേർത്ത് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ ഞങ്ങൾ ഓണക്കോടി വരികയാണ്. നിങ്ങൾ കൊടുക്കുന്ന മുണ്ട് തന്നെയാണ് തിരുവോണത്തിന് ഞങ്ങൾ കൊടുക്കുന്നത്. അതേ കിറ്റ് വെച്ച് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ സന്തോഷത്തോടെ ഈ കോർപ്പറേഷന് വേണ്ടി രാവും പകലും പണിയെടുക്കുന്ന തൊഴിലാളികൾ, ജീവനക്കാരൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന കണ്ടില്ലേ? ഇതാണ് ഭരണം. ഇങ്ങനെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുഴുവൻ ജനങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാം. ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളോടൊപ്പമുണ്ട്, ജീവനക്കാരോടൊപ്പമുണ്ട്. ജീവനക്കാരും ആണ് ഈ പ്രസ്ഥാനം.
ജനങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ജീവനക്കാർക്കും ജനങ്ങൾക്കും എത്തിക്കുകയാണ്. ഒരുമിച്ച് നിൽക്കുകയാണ്, ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഇതാകണ്ടില്ലേ ജീവനക്കാർ എല്ലാ ശുചീകരണ തൊഴിലാളികളും, ഡോഗ് സ്ക്വാഡ് അംഗങ്ങളും, എഞ്ചിനീയറിംഗിലെ ആൾക്കാരും, അതുപോലെ തന്നെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ജീവനക്കാരും, ക്ലർക്കുമാരും, കോർപ്പറേഷൻ സെക്രട്ടറിയും ഒക്കെ തന്നെ ഒറ്റക്കെട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.